ഹലോ, ജിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അടുക്കളയിൽ നിന്നും സംസാരിക്കുന്ന കമലയും വേദയുമാണ്. അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് നന്ദിനി. അപ്പോഴാണ് അവിടേക്ക് ശ്രീജ വരുന്നത്. ശ്രീജയുടെ തലയിലെ മുല്ലപ്പൂവ് കണ്ടതും കമല കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇത് വിശ്വൻ വാങ്ങി തന്നതാണെന്നും പറയാണ്. അപ്പോഴാണ് വേദ നന്ദിനിയോട് പറയുന്നത്, നന്ദിനി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന്. അങ്ങനെ പറഞ്ഞതും നന്ദിനി അത് കേട്ടുകൊണ്ട് റൂമിലേക്ക് പോവാണ്. എന്നിട്ട് വിനായകനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വന് ശ്രീജ പാല് കൊണ്ട് കൊടുക്കുന്നതും വിശ്വൻ ശ്രീജയ്ക്ക് മുല്ലപ്പൂ വാങ്ങി കൊടുത്തതൊന്നും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നീട് കാണിക്കുന്നത് കൂട്ടുകാരോട് സംസാരിക്കുന്ന വിക്രമിനെയാണ്. തനിക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി വേണമെന്നും പറയാണ്. അപ്പോഴാണ് വിക്രമിൻ്റെ ഫോണിലേക്ക് കമല വിളിക്കുന്നതും വീട്ടിലേക്ക് വരാൻ പറയുന്നതും വേദ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അവൾക്ക് കൂട്ടിരിക്കണമെന്നും എല്ലാവരും നന്ദിനിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറയാണ്. അങ്ങനെ വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിരിവുകാശുമായി ശ്രീനിവാസൻ്റെ വീട്ടിലെത്തിയ പുള്ളിക്കയാണ്. പുള്ളിക്ക പറയാണ് വിക്രമിന് നേതാവ് സ്ഥാനം കൊടുത്താൽ ശരിയാവില്ല എന്നും സാറിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വിക്രമിനെയാണ്. വിക്രമിനെ കണ്ടതും കമല പറയാണ് വേദയെ തനിച്ചാക്കി എവിടേക്കും പോകരുത് എന്ന്. അങ്ങനെ പറഞ്ഞതും കമല ഇറങ്ങുകയാണ്. പിന്നീട് അച്ഛനെ വിളിക്കാനായി വേദ ഫോൺ നോക്കുന്നുണ്ട്. വേദയുടെ ഫോണിലേക്ക് വിളിക്കാനായി വിക്രമിൻ്റെ ഫോൺ ചോദിക്കുകയാണ്. വേദയുടെ ഫോണ് കാണുന്നില്ല. അതിനായിട്ട് വിക്രമിൻ്റെ ഫോൺ ചോദിക്കുന്നുണ്ട് വേദ. എന്നാൽ വിക്രം ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്ന കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡായി അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.